ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആപ്പിളാണ്. ആപ്പിൾ മാത്രമല്ല, കുറച്ച് സൂപ്പർ ക്രിപ്റ്റോ ബുള്ളിഷ് ന്യൂസ്. ആപ്പിൾ അവരുടെ ഡിവൈസിൽ NFC എനേബിൾ ചെയ്തു. NFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എത്രയുള്ളൂ, നിങ്ങൾ ഇവിടെ QR കോഡൊക്കെ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ്സ് ആക്കി പരിപാടി അവർ എനേബിൾ ചെയ്യാം. അപ്പോൾ ആപ്പിൾ ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക, അവരുടെ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലുള്ള ഡെവലപ്പേഴ്സിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനത്തെ ഒരു അവസരം? അവിടുത്തെ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലെ ഡെവലപ്പേഴ്സിന് ഇങ്ങോട്ടിട്ട് ക്രിപ്റ്റോ കറൻസിയിൽ പേയ്മെന്റ്സ് സ്വീകരിക്കാം. ആരെടുത്തുനിന്ന്? യൂസറുടെ അടുത്തുനിന്ന്. അപ്പൊ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്രീഡാണ്. ക്രിപ്റ്റോ ലവേഴ്സിന് ഇനി തൊട്ടിട്ട് ഇനി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ വാങ്ങാന്ന് പറയില്ലേ, അതുപോലെ. അപ്പൊ അവർക്ക് കൂടുതൽ ഓപ്ഷൻസ് കിട്ടാണ് യൂസേഴ്സിന്. പിന്നെ പ്രൈവസിയും കിട്ടാണ്, സെക്യൂരിറ്റിയും കിട്ടാണ്. പ്രൈവസി സെക്യൂരിറ്റി ആണെങ്കിൽ സെക്യൂരിറ്റി കിട്ടിയിരിക്കും. പ്രൈസ് എത്ര കിട്ടുമെന്ന് സംശയമുണ്ട്. മീൻസ് പിയർ ടു പിയർ ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് പറയാം, പക്ഷെ അത് അത്ര പിയർ ടു പിയർ ട്രാൻസാക്ഷൻ അല്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ റെക്കോർഡ് ചെയ്യും എങ്ങനെ പോയാലും. മീൻസ് അവർ കംപ്ലൈന്റ് ആയിരിക്കണം ഗവൺമെന്റ് ആയിട്ട്, എന്നാൽ മാത്രം അവർക്ക് ഓടാൻ പറ്റും. എന്തായാലും ശരി, ഇത് നല്ല ന്യൂസാണ് ക്രിപ്റ്റോ കറൻസി ലോകത്തിന്റെ, ക്രിപ്റ്റോ ലവേഴ്സിന് അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിന് അല്ലെങ്കിൽ ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്ക്. ആപ്പിൾ ഇത് എനേബിൾ ചെയ്താൽ എന്താ പറ്റുക, നമുക്ക് ക്രിപ്റ്റോ ലവേഴ്സിന് ഇനി തൊട്ട് നമ്മുടെ ഫേവറേറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് ക്രിപ്റ്റോ പേയ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാം അല്ലെങ്കിൽ ഉപയോഗിക്കാം. അത് നല്ലൊരു ന്യൂസാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ, നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിന് ഭയങ്കര പ്രൈവസി ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയങ്കര സെക്യൂരിറ്റി കിട്ടും. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യണല്ലേ ഇവിടെ. പക്ഷെ ഒരു കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയക്കുമ്പോൾ റെക്കോർഡഡ് ആയിരിക്കും. ആപ്പിൾ ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആപ്പിള് ഗവൺമെന്റിന് എല്ലാ കാര്യങ്ങളും കൊടുക്കും. മീൻസ് എത്ര കാശ് കിട്ടിയില്ല എന്നൊക്കെ ഇല്ലേ, അതൊക്കെ കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം എന്താ പറ്റുക, ടാക്സ് വരും. ടാക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെവലപ്പേഴ്സ് എത്ര കാശുണ്ടാക്കി എത്രയധികം കാശുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ടാക്സ് ചെയ്യപ്പെടും. എന്തായാലും ഒരു പബ്ലിക് ലെക്ചർ വഴിയൊക്കെ ആയിരിക്കും കൊടുക്കണ്ടാവുക. എനിക്കറിയില്ല മൊണാറൊക്കെ പറ്റുമെന്ന്, അത് സമ്മതിക്കുന്നു തോന്നണല്ലേ. അപ്പൊ എന്തെങ്കിലും പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രിപ്റ്റോ ഇൻഡസ്ട്രിനെ കുറച്ചും കൂടി വികസിപ്പിക്കും. അത് ബുള്ളിഷ് ന്യൂസാണ്, ഭയങ്കര ബുള്ളിഷ്. ആപ്പിൾ അംഗീകരിച്ചു തുടങ്ങി. നിങ്ങൾ ആലോചിച്ചു, ആപ്പിൾ ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ പറയും ഏത് ആപ്പിൾ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ആപ്പിൾ ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഈ പുതിയ അറയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കാരണം, പ്രഷർ കാരണം ആപ്പിൾ ഇപ്പൊ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പൊ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് എല്ലാവരും കൂടി പരിപാടിക്ക് ഇറങ്ങും. അപ്പൊ എന്താ പറ്റിയ, മാർക്കറ്റും ഒന്നുകൂടി വികസിക്കും. വികസിച്ചാൽ ഏർലി ഇൻവെസ്റ്റേഴ്സിന് കണ്ടമാനം കാശാണ്. അത് നിങ്ങൾ മറക്കരുത്. അപ്പൊ എന്താണ് പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിള് ക്രിപ്റ്റോ കറൻസി സ്വീകരിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിപ്റ്റോ ലോകം ആപ്പിളിനെതിരെയാണ്, ക്രിപ്റ്റോ ലോകം ഗൂഗിളിനെതിരെയാണ്, ക്രിപ്റ്റോ ലോകം മൈക്രോസോഫ്റ്റിനെതിരെയാണ്. കാരണം ഇവർ വെബ് 2.0 കമ്പനിയാണ്. വെബ് 3.0 കമ്പനികൾ വരാനിരിക്കുന്നുള്ളൂ. ചെറിയ ചെറിയ കമ്പനികളാണ് ഇപ്പൊ. അത് ഭാവിയിൽ ആപ്പിളിന്റെ പോലത്തെ വലിയ കമ്പനിയാവും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ആ സമയത്ത് ഈ ചെറിയ ചെറിയ കമ്പനികളായിരിക്കും. ഈ ചെറിയ ചെറിയ കമ്പനി അന്ന് വലിയൊരു കമ്പനി ആയിരിക്കും. അതുകൊണ്ടാണ് വലുതായി, മീൻസ് ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിയർ ടു പിയർ സിസ്റ്റംസ് ആയിരിക്കും പ്രിവെയിൽ ചെയ്യുന്നത്, അവിടെ കാണപ്പെടാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിന്റെ പോലത്തെ അല്ലെങ്കിൽ ആമസോണിന്റെ പോലത്തെ ഇന്റർമീഡിയറ്റ്സ് അവിടെ ഉണ്ടാവില്ല. അവിടെ വ്യക്തി ടു വ്യക്തി ഓൺലി. അപ്പൊ ആ ലോകം തന്നെ വേറെ. അതിൽ നമ്മൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ അറിയില്ല. നമ്മൾ ചിലപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്തേ പറ്റും. ഇപ്പൊ അല്ലെങ്കിൽ വേറെ ആൾക്കാർ ട്രാൻസാക്ഷൻ ചെയ്യും. പ്രായം കുറഞ്ഞവർ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യും. വളരെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ലഗാർഡ്സ് ആയിട്ട് ഇരിക്കുള്ളൂ. വളരെ കുറച്ച് ശതമാനം. നിങ്ങളുടെ ഗ്രാഫ് അറിഞ്ഞൂടെ. ഏർലി അഡോപ്റ്റേഴ്സ് ഉണ്ട്, പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്ത് ഇന്നോവേറ്റേഴ്സ് ഉണ്ട്, ഏർലി അഡോപ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ഒരു സെക്ഷൻ ഉണ്ട് കൾച്ചറുണ്ട്. അവർ കുറച്ച് സമയം എടുക്കും പഠിച്ചെടുക്കാൻ, പിന്നെ അവർ മാറും. വാല്യുബിൾ ആണ്, അവർ മാറും, പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങും. പിന്നെ കുറച്ച് ശതമാനം ഉണ്ടോ, 5% ഉണ്ടാവും, കുറച്ച് ആൾക്കാരുള്ളൂ. അവരിങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവര് നോക്കണ്ട, അവര് ഔട്ടായിക്കോളൂ, അല്ലെങ്കിൽ അവര് അംഗീകരിക്കും. എന്തായാലും ശരി, അങ്ങനെ നിൽക്കുന്ന ആൾക്കാര് നമുക്ക് അറിയാൻ പറ്റാതെ അവരെ ഇട്ടുകൊണ്ടു. നമ്മളെവിടെയാണെന്ന് അറിയാം, നമ്മൾ ഏർലി അഡോപ്റ്റിംഗ് സ്റ്റേജിലാണ്, ഏർലി അഡോപ്റ്ററിലാണ്. നമ്മൾ ഇന്നോവേറ്റേഴ്സ് ആണെന്ന് പറയാം, അത് നമ്മൾ ചെയ്യണത് തുടങ്ങിയ ആ തുടക്കം കുറിക്കണ തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ ഇന്നോവേറ്റർ എന്ന് പറയാം. ഏർലി അഡോപ്റ്റർ അടിപൊളിയാണ്, കാശ് കണ്ടമാണ്ടാക്കാം, കാശ് കണ്ടമാനായിരിക്കും ഏർലി അഡോപ്റ്റർ. ടൈമൊക്കെ ഏർലി അഡോപ്റ്ററാണ്, ബേസിക്കലി ഏർലി അഡോപ്ഷൻ ഫേസ് ആണ്. ഈ സമയത്തൊക്കെ മില്യൻസ് ഉണ്ടാക്കാൻ പറ്റും. വെറുതെ ഇൻവെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ 2-3 വർഷം കൊണ്ട് മില്യനെയറും മറ്റേ മില്യനെയർ പറയാൻ പറ്റും. 10 മില്യൺ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, 10 മില്യൺസ് ഈസിലി ഞാൻ പറയണ്ടോ, ഒന്നും ചെയ്യാൻ ഒരു പണി എടുക്കാണ്ട് ബേസിക്കലി. അതെ. പിന്നെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയോട്ടിട്ട് ക്രിപ്റ്റോ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ഇൻ ജനറൽ ക്രിപ്റ്റോയിൽ പേയ്മെന്റ്സ് വാങ്ങാൻ തയ്യാറായിരിക്കും. കാരണം വെച്ചാൽ അത്രയധികം ജനത അല്ലെങ്കിൽ കാരണം അത്രയധികം കുട്ടികൾ അതില് പേയ്മെന്റ്സ് തരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പുതിയ മാർക്കറ്റാണ് കാണുന്നത് ഇവിടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രിപ്റ്റോ ലോകം തന്നെ അല്ലെങ്കിൽ ഈ പുതിയ ഫൈനാൻസ് സിസ്റ്റം അല്ലെങ്കിൽ പുതിയ ലോകം ക്രിപ്റ്റോ ലോകം അത് വിഴുങ്ങാൻ തുടങ്ങും നമ്മുടെ നിലവിലുള്ള ലോകത്തിന്.
അപ്പോഴാണ് നമ്മൾ ഭംഗി അറിയുന്നത്, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് വില അറിയുന്നത് അവിടെ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആപ്പിൾ ഇപ്പൊ ഇത് എടുക്കണമെങ്കിൽ ആപ്പിൾ എന്തായാലും ഔട്ടും. ആപ്പിളിന്റെ ലൈഫ് സൈക്കിള് അവസാനിക്കാറായി. വെബ് 2.0 ആണ്. വെബ് 3.0 കമ്പനികൾ കയറി വരുമ്പോൾ അത് മുട്ടും. പിന്നെ വെബ് 3.0 കയറും, വെബ് 2.0 ഡൗൺ ആയി ഇല്ലാണ്ടോ കുറച്ച് കാലൊക്കെ ഇങ്ങനെ മാർജിനലൈസ്ഡ് ഒക്കെ ആവും, പിന്നെ ഔട്ട്. വെബ് 3.0 കമ്പനിയായിരിക്കും അടുത്ത തലമുറ. അപ്പൊ അടുത്ത തലമുറ ആൾക്കാർ കൂടി ഇത് ഉപയോഗിക്കണം. നമ്മളും മാറും, കുറച്ച് ഷിഫ്റ്റ്. നമ്മളിപ്പോ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ മാറി, അതുപോലെ നമ്മളും മാറും. മാറാണ്ടിരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറും. ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെ തന്നെയാണ്, മാരിയബിൾ ആണ്. ഈ പറയുന്ന ആൾക്കാർ വാക്ക് മാറ്റി പറയും, നമ്മൾ മനസ്സിലാക്കണം. വാക്കിന് 10 രൂപയ്ക്ക് പോലും വരില്ല. വാക്ക് ഫ്രീ മീൻസ് അത് ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്യാതെ സമയമില്ല. ഇന്ന് നിന്നെ പൊട്ടർന്ന് പറഞ്ഞാൽ നാളെ നിന്നെ ബുദ്ധിമാന്ന് പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു വാക്ക് മാത്രമാണ് പറയും, ഫ്രീ ആണ്. കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊന്നും പറയും. അത് സൂക്ഷിച്ചും കണ്ടൊക്കെയാ പറയുള്ളൂ. പറയണമെന്ന് ചിന്തിക്കും. മനസ്സിലായോ? അത് കാരണം ആൾക്കാരുടെ അഭിപ്രായം ഒരു വിഷയം. നമുക്ക് വേണ്ടത് ക്യാൻ ബി ആക്ച്വലൈസ് ദ ഫ്യൂച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഫ്യൂച്ചർ മനസ്സിലാക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. എന്നാൽ മാത്രം നമുക്ക് കാശ് കിട്ടുള്ളൂ. അല്ലാത്തതൊന്നും നമുക്ക് പലരും പലതും പറയാം. അതിനോട് നമ്മുടെ സമയം കളഞ്ഞാൽ നമ്മുടെ ജീവിതം പോവുക പോട്ടെ എന്ന് പറയാറുണ്ട്. നമ്മൾ നമ്മുടെ വഴി. അപ്പൊ നമ്മൾ അടുത്ത ന്യൂസിലേക്ക് പോണ്. ഇത് അടിപൊളി ന്യൂസാണ്. അടുത്ത ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെഡ് സ്ട്രീമിംഗ് ടുവാർഡ് സെപ്റ്റംബർ റേറ്റ് കട്ട് മിനിറ്റ്സ് ഫ്രം മീറ്റിംഗ് ഷോ. ഇത് നല്ല ന്യൂസാണ്, അടിപൊളി ന്യൂസാണ്. ഇത് ഏറ്റവും അടിപൊളി ന്യൂസ്. മീൻസ് ഇതാണ് ഏറ്റവും അടിപൊളി ന്യൂസ്. ഗ്രേറ്റസ്റ്റ് ബുൾ റൺ ഓഫ് ഓൾ ടൈം എനിക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫെഡ് റേറ്റ് കട്ടിന് ശേഷം ഏകദേശം 2-3 മാസത്തിന് ഒടുക്കത്തെ കയറ്റായിരിക്കും, ഓൾ ടൈം ഹൈ അടിക്കും. അപ്പൊ നമ്മുടെ ഓൾ ടൈം ഹൈ ഇപ്പൊ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു കാലഘട്ടമാണത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെഡ് ഇപ്പൊ ടെൻഷനിലായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമാണ്. ഫെഡിന്റെ ഏറ്റവും ടെൻഷൻ ഇപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് റേറ്റ് കാര്യമായിട്ട് കൂടിയിട്ടില്ല എന്നാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടി, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു. അതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷെ ഇത് മാറുമെന്നാണ് വിശ്വസിക്കുന്നത്, ഒരു വിശ്വാസം. പക്ഷെ അത് വർക്കാവും. കാരണം ഇൻഫ്ലേഷൻ കുറഞ്ഞു 2%. 4% ആയിരുന്നു ഇൻഫ്ലേഷൻ, ഇപ്പൊ 2% കുറഞ്ഞു. ഞാൻ പറഞ്ഞില്ല CPI ഡാറ്റ എന്ന് പറഞ്ഞത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അത് റിലാക്സ് ആയപ്പോ തന്നെ കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ സെറ്റ് ആയി. ഇപ്പൊ അവര് കെയർ ചെയ്യണില്ലേ, ഫെഡ് കെയർ ചെയ്യണില്ലേ CPI ഇൻഡെക്സിനെ. മീൻസ് അത് കാരണം അത് ഓക്കെ. പക്ഷെ ഇനി പ്രശ്നം വരുന്ന ഈ ലേബർ മാർക്കറ്റിലുള്ള പ്രശ്നങ്ങൾ അതുകൂടി സെറ്റായി കഴിയുന്നു നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ കഴിഞ്ഞിരിക്കും, സെറ്റാവും. കാരണം ഒരു റേറ്റ് കട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓബിയസ്ലി ഇപ്പൊ നല്ല ന്യൂസാണ്. അത് കാരണം മാർക്കറ്റ് പൊന്തി പോകും. 75,000, 50,000, 90,000, 100,000, 100,000 ഒക്കെ എളുപ്പമാണ് ബിറ്റ്കോയിൻ. മീൻസ് അത് ആപ്പിളിന്റെ മാർക്ക് ക്യാപ്പ് ഉള്ളൂ. ആപ്പിളിന്റെ മാർക്ക് ക്യാപ്പ് ഉണ്ട്. വെബ് 3.0 എന്ന് പറഞ്ഞാൽ വലിയൊരു ഇക്കോസിസ്റ്റം ആണ്. വെബ് 2.0 പോലെ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബിറ്റ്കോയിന്റെ അടിയിലുള്ള ആൾ കോയിൻസിനൊക്കെ $1 trillion അടിക്കാം ഭാവിയിൽ. അതിന് യൂട്ടിലിറ്റി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ആൾക്കാരുടെ ഡെയിലി അത് കൊണ്ടുവരാനേ പറ്റും. നിങ്ങൾ മനസ്സിലാക്കണം, സമയത്ത് കൊണ്ടുവരും. പക്ഷെ നമ്മള് ഇവിടെ ലഗാഡ്സ് എന്ന് പറയും, അത് നടക്കില്ല, അതൊക്കെ ആവോ എന്നൊക്കെ പറയാം. അവരൊക്കെ അവിടെ ഇരിക്കും. നമ്മളെ ലഗാഡ്സ് അല്ല, നമ്മളെ ഏർലി അഡോപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്നോവേറ്റേഴ്സ്. ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ. മനസ്സിലായത്? അവിടെയാണ് നമ്മൾ കളിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ലേറ്റ് ആവുന്ന ആള് അവിടെ നിന്നോട്ടെ. അവൻ അവിടെ നിന്ന് കളിച്ച് ഔട്ട് ആവും ഗെയിം. അവനറിയും കൂടി എന്താ പറ്റാന്ന്. അവൻ കുറച്ചും കൂടി വേദന എടുക്കും. നമ്മളെന്തിനാ അതൊക്കെ നോക്കുന്നത്? നമ്മൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫെഡറൽ റിസർവിന്റെ റേറ്റ് കട്ട് വരുന്നുണ്ട് അടുത്ത മാസം സെപ്റ്റംബർ 15. എന്തായാലും 98% ഓപ്പൺ. അത് 0.5 ബേസിസ് പോയിന്റ് ആണ് പറയുന്നത് പോളി മാർക്കറ്റ് പ്രഡിക്ഷൻസ് ഒക്കെ പ്രകാരം. അപ്പൊ നമുക്ക് ഒരു 50 ബേസിസ് പോയിന്റ് നല്ല ന്യൂസും കൂടി എന്താ പറ്റുക, നല്ല കത്തലായിരിക്കും മാർക്കറ്റ്. നമ്മളിപ്പോ എന്തായാലും അറ്റ്ലീസ്റ്റ് കുറച്ച് തുച്ഛമായ ഒരു എമൗണ്ട് ഇട്ടാൽ വരാൻ നമുക്ക് 100K, 200K, 300K ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. 3 crores ഒക്കെ. ചിലപ്പോ നല്ല പ്രൊജക്റ്റിലാണെങ്കിൽ 30 crores അല്ലെങ്കിൽ 10 crores, 30 crores ഓവർ 2 years ടൈം സ്പാൻ, അല്ലെങ്കിൽ 1 year ടൈം സ്പാനിൽ 20 crores, 40 crores ഒക്കെ ഉണ്ടാക്കാം. നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ. എന്ന് വെച്ചാൽ നല്ല പ്രൊജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ആപ്പിൾ ഒന്നും ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല പ്രൊജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലിബാബയിലും മതി. 300 billion, 400 billion മാർക്ക് ക്യാപ്പ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് 30, 40, 50 crores ഒക്കെ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ ലൈഫ് സെറ്റ് ആണ്. നമുക്ക് 1 crore, 2 crore അല്ലെങ്കിൽ 10 crore ഉണ്ടാക്കിയാൽ 10 crore ഉണ്ടാക്കി തന്നെ ലൈഫ് സെറ്റ്. ബേസിക്കലി ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ലൈഫ് സെറ്റ് ആണ്. ഇതൊക്കെ മനസ്സിലാക്കണം. കാരണം ഡേ ഡിവൈഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാശ് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബെയർ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്ത കാരണം കൊണ്ടാണ് ഞാൻ അത് പറയുന്നത് ഇത്ര കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല. ബുൾ മാർക്കറ്റിലാണ് നമ്മുടെ കാശൊക്കെ പോകും. ഉള്ള തുച്ഛമായ എമൗണ്ട് ആണെങ്കിലും അതൊക്കെ പോകും. നിങ്ങൾ പറയും എങ്ങനെയാണോ 30 കോടി അല്ലെങ്കിൽ 5 കോടിയൊക്കെ ഉണ്ടാക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, 2-3 വർഷം മുമ്പ് ഏതൊരു കപ്പിൾ കുറച്ച് ഡാക്കില് $1,000 ഇട്ടായിരുന്നു പ്രൊജക്റ്റില്. അത് എറിയുന്ന വരികന്റെ 2017. ഇപ്പൊ ആ കപ്പിൾസിന് ഇപ്പൊ 66 കോടി രൂപയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനത്തെ നല്ല നല്ല പ്രൊജക്ട്സുകൾ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് 66 കോടി 100 കോടിയൊക്കെ ഉണ്ടാക്കാം. ഉള്ള കാര്യം പറയാം. അത് നമ്മൾ നിൽക്കുന്ന ടൈം നോക്ക്. ടൈം അടിപൊളി ടൈമാണ്, പെർഫെക്റ്റ് ടൈമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചില്ലേ, 2-3 മാസം കഴിഞ്ഞാൽ ഒടുക്കത്തെ ബുൾറണ്ണാണ്, ഗ്രേറ്റസ്റ്റ് ബുൾറൺ ഓഫ് ഓൾ ടൈം. കാശൊക്കെ അവിടെ കയറി പോകാൻ നമുക്ക് അറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 4 വർഷം കൊണ്ട് ബുൾറൺ ഒന്നല്ല ഇനി വരാൻ പോണ ബുൾറൺ. മനസ്സിലായി? ഈ ട്രംപ് കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാറ്റലിസ്റ്റ് ആവും.
സ്പീഡ് കയറും, ബേസിക്കലി കത്തും. നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ആയാൽ നമ്മൾ കാശ് കയ്യിൽ വെച്ച് പേഷ്യൻ്റിൽ ഇരുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോയി 30 കോടി 50 കോടി 60 കോടി 100 കോടി ഉണ്ടാക്കും. പേഷ്യൻ്റിൽ ഇരിക്കണം. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള കാശ് മാറ്റി വെക്കണം, ജീവിക്കാനുള്ള കാശ്. എന്നിട്ട് പേഷ്യൻ്റിൽ ഇരിക്കണം. മീൻസ് നമുക്ക് അത്രയും കാശൊന്നും വേണമെന്നില്ല. ചില്ല് ചെയ്തിരിക്കുക, ചിൽ വൈ അങ്ങനെ കൂളൊക്കെ ആയിട്ട് എല്ലാ പണികളും ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്ലസ് അതൊക്കെ തുച്ഛമായ വേണ്ട മതി. പിന്നെ അത് വെയിറ്റ് ഔട്ട് ചെയ്താൽ മതി. 5-6 കോടി 10 കോടി 12 കോടി ഈസി ആയിട്ട് 20 കോടിയൊക്കെ വെറുതെ, ചിലപ്പോൾ 100 കോടി 150 കോടിയോ ഒന്നും പണിയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയാം അത് പറ്റില്ല. നിങ്ങൾ ആലോചിച്ചു നമുക്ക് അവിടെ നിൽക്കണത്. നമ്മൾ ബുൾ മാർക്കറ്റിന്റെ നടുവിലാണ് നിൽക്കുന്നത്. തുടങ്ങിയിട്ടും കൂടി ഇല്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. ഫെഡറൽ റിസർവ് റേറ്റ് കട്ട് വന്നതിന് ശേഷം യഥാർത്ഥ പമ്പ് വരാം. അത് നിങ്ങൾ മറക്കരുത്. അപ്പൊ അടുത്ത ന്യൂസ് ദുബായ് കോർട്ട് റെക്കഗ്നൈസ് ക്രിപ്റ്റോ സാലറീസ് ഇൻ പ്രസിഡന്റ് സെറ്റിംഗ് ഡിസിഷൻ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഒരു ഇൻസിഡന്റ് കാരണമാണ് ഈ കോർട്ട് അല്ലെങ്കിൽ ദുബായ് കോർട്ട് റൂൾ ചെയ്തത്. എന്തിന്? ക്രിപ്റ്റോ പേയ്മെന്റ്സിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ സാലറി വാങ്ങാൻ പറ്റും. ഒരു റൂൾ ഉണ്ട്. ആ റൂൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് 50% സാലറി ക്യാഷിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം റുപ്പിയിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം മണിയിൽ അവർ തരാൻ പറഞ്ഞു എംപ്ലോയറിനോട്. പിന്നെ ബാക്കി 50% ക്രിപ്റ്റോ കറൻസിയിൽ തരാൻ പറഞ്ഞു. ഇതായിരുന്നു ഡീൽ. ഇതാണ് കോൺട്രാക്ട്. ഈ കോൺട്രാക്റ്റാണ് ആൾ ഒപ്പുവെച്ചത്. അപ്പൊ ഈ കോൺട്രാക്ട് പരം തരണ്ടേ? അപ്പൊ എംപ്ലോയർ തന്നില്ല. എംപ്ലോയർ 50% ഇൻ സാലറി മാത്രം തന്നുള്ളൂ, ഇൻ റുപ്പി അല്ലെങ്കിൽ അവരുടെ ക്യാഷ്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ പോയി കേസ് കൊടുക്കും. ഏത് എംപ്ലോയി പറഞ്ഞു എന്റെ 50% ക്രിപ്റ്റോ കറൻസിയിലുള്ള എമൗണ്ട് എനിക്ക് അയച്ചെന്നോളാം. അപ്പൊ ദുബായ് കോർട്ട് അംഗീകരിച്ചു കൊടുത്തു. അപ്പൊ അയാൾക്ക് ആളുടെ അർഹതപ്പെട്ട 50% ഇൻ ക്രിപ്റ്റോ കറൻസി ആൾക്ക് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. എത്രയായാലും ശരി കൊടുത്തേ പറ്റൂ. കോർട്ട് റൂൾ ചെയ്തു. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നിയമമായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രസിഡന്റായി. ഒരു എക്സാമ്പിൾ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള ആൾക്കാർക്ക് ക്രിപ്റ്റോ കറൻസിയിൽ സാലറി വാങ്ങാം. ഇവരെ അയച്ചത് ഏതൊരു ടോക്കണിന്റെ പേരാണ്. ഈ എംപ്ലോയർ അയച്ചത് എർവിൻ ടോക്കൺ. ഇത് റാൻഡം പേര് ബേസിക്കലി. ഇതൊരു ടൈപ്പ് ടോക്കൺ അതുകൊണ്ട് എന്നാലും ശരി ഇങ്ങോട്ടിട്ട് ക്രിപ്റ്റോ കറൻസിയിൽ പേയ്മെന്റ് സ്വീകരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ പേയ്മെന്റ് സ്വീകരിക്കുകയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രിപ്റ്റോ വിൽ ഫ്ലക്ച്വേറ്റ്. ഈസ് വെരി വോളറ്റൈൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പമ്പ് ചെയ്യാനും ഡംപ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കോൺട്രാക്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആയിരിക്കും 50% ക്രിപ്റ്റോ എത്ര ടൈമില്ല എനിക്ക് അതിന്റെ എമൗണ്ട് തന്നാൽ മതി എന്നാണ് ഒക്കെ ആയിരിക്കും പറയാനെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പറയാണെന്ന് നോക്കി ഈ 50% ഇൻ ഇത്ര എർവിൻ ടോക്കണാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പക്ഷെ ഇതിന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു 50% ഇൻ എർവിൻ ടോക്കൺ ആയിട്ട് തരാമെന്ന് വെച്ചിരിക്കും. പക്ഷെ അതിന്റെ വാല്യൂ അനുസരിച്ചിട്ടല്ല തരാൻ പോകുന്നത്. വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ദുബായിലത്തെ കറൻസി അനുസരിച്ചിട്ടായിരിക്കും തരാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ക്യാഷ് അനുസരിച്ചിട്ട് മണി അനുസരിച്ചിട്ട്. ഒരു 50% ഇൻ എർവിൻ ടോക്കൺസ് ഇത്ര എർവിൻ ടോക്കൺ തരാമെന്ന് വെച്ചിട്ടാണ് അവർ പറയുന്നത്. ആ നിമിഷം കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ട് ആ അമൗണ്ടിൽ അവർ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് ആ ടോക്കണ തരുള്ളൂ, നമ്പർ ഓഫ് ടോക്കൺസ്. ആ ടോക്കൺസിന്റെ വില പൂജയടിച്ചാൽ അത്ര തന്നെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ 50% സാലറി കിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കിട്ടില്ല, ആ ടോക്കൺ കിട്ടുള്ളൂ. വെർത്ത്ലെസ് ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഗുണമുണ്ട്. റിസ്ക് ഉണ്ട്, ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ ക്യാഷ് ആണെങ്കിൽ ഫിക്സഡ് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എർവിൻ ടോക്കൺസ് ഒരു എർവിൻ ടോക്കണ് ഒരു 20 രൂപയാണ് നോക്കി നമ്മൾ സൈൻ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ 20 രൂപയുടെ ആ മൂല്യത്തിന്റെ ആ സമയത്ത് റെക്കോർഡ് ചെയ്ത മൂല്യത്തിന് തുല്യമായിട്ടുള്ള 50% തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. കാരണം വെച്ചാൽ അത് ടോക്കണിന്റെ മുകളിലായിരിക്കില്ല, അത് കറൻസിയുടെ മുകളിലായിരിക്കും. മീൻസ് ദുബായ് കറൻസി, ദുബായിയുടെ റുപ്പി അല്ലെങ്കിൽ അവരുടെ സ്വന്തം മണി വെച്ചിട്ടായിരിക്കും ഇത് കോറിലേറ്റ് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ചുള്ള ടോക്കണെ തരുള്ളൂ. ടോക്കൺ കുറച്ച് കുറഞ്ഞൊന്നും വരും, കൂടിയൊന്നും വരും. പക്ഷെ അതിനനുസരിച്ചുള്ള എമൗണ്ട് അല്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് അവർ തരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ആ ടോക്കണിന്റെ നമ്പർ അനുസരിച്ചിട്ടാണ് മനസ്സിലായി ആ നിമിഷത്തിലുള്ള. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്കൺ പൂജ ചെയ്യണമെങ്കിൽ 50% സാലറി പോലും കിട്ടില്ല. കൂടിയെന്നെങ്കിലോ 50% സാലറിനെക്കാട്ടും കൂടുതൽ കിട്ടായിരിക്കാം. മനസ്സിലായോ? മീൻസ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന മണിനെക്കാട്ടും കൂടുതലായിരിക്കും ചിലപ്പോൾ ക്രിപ്റ്റോ കറൻസി ആയിട്ട് കിട്ടും. അതൊക്കെ ആലോചിച്ചിട്ടൊക്കെയാണ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കണ്ടമാനം പെശകുകളുണ്ട് ഇതില്. കോൺട്രാക്ട് ഒക്കെ ശരിക്കും വായിച്ചിട്ട് ഒപ്പിട്ടിട്ട് നോക്കിയാൽ മതി. ശരിക്കും വായിക്കുന്നുണ്ട് ഒപ്പിടുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യം മൂഞ്ചാനാണ്. മീൻസ് ഞമ്മളുള്ള കാര്യം പറഞ്ഞോളൂ. ശ്രദ്ധിച്ചൊക്കെ വായിച്ച് പഠിച്ചിട്ടൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ കാശ് പോയ കഴിഞ്ഞു. ഇനി അടുത്ത ന്യൂസ്, ട്രംപ്, നമ്മളുടെ ഡൊണാൾഡ് ട്രംപ്, നമ്മുടെ ഫേവറേറ്റ് പ്രസിഡന്റ്. താൽക്കാലികമായിട്ട് നമ്മുടെ ഫേവറേറ്റ് പ്രസിഡന്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോ പമ്പ്സുകൾ കിട്ടും. പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റലിസ്റ്റ് ആയിരിക്കും ആളുടെ പമ്പ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമര കാറ്റലിസ്റ്റ് ആള് കൊണ്ടുവരും. ഒന്നാമര കാറ്റലിസ്റ്റ് ആയിരിക്കും. ട്രംപ് ഓൺസ് $1 million in crypto. He's also made $300,000 in Bible sales and $7 million from NFTs. നമ്മുടെ തെക്കൻ ട്രംപ്
$1 million ക്രിപ്റ്റോയിൽ ഉണ്ടാക്കിയത്. പിന്നെ $300,000 ഇൻ ബൈബിൾ സെയിൽസ്, $7 million NFT നോൺ ഫഞ്ചബിൾ ടോക്കൺസ്. അണ്ണൻ വേറെ ലെവലിലാണ് നീ ബേസിക്കലി. അണ്ണൻ വേറെ ലെവലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് ഇപ്പൊ പ്രോ ക്രിപ്റ്റോ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ക്രിപ്റ്റോ വോട്ടേഴ്സിന്റെ വോട്ട് ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ ക്രിപ്റ്റോന് വോട്ട് ചെയ്യുന്ന വോട്ട് ആൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആളെങ്ങനെയാലും പ്രോ ക്രിപ്റ്റോ ആയിരിക്കും. ആ വോട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. മീൻസ് എങ്ങനെ ആക്ഷൻ ഡെപ്പ് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ വോട്ടേഴ്സിന്റെ അല്ലെങ്കിൽ ക്രിപ്റ്റോ ലവേഴ്സിന്റെ വോട്ട് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മാറി മറിയാം. മനസ്സിലായോ? പോൾസിൽ ചിലപ്പോൾ ട്രംപിന് പോവും പ്രസിഡൻസി, അല്ലെങ്കിൽ കമല ഹാരിസിന് പോവും പ്രസിഡൻസി. പക്ഷെ കമല ഹാരിസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണില്ലേ ഇതിന്, ഞാൻ മനസ്സിലാക്കി. അവള് മീൻസ് കമല ഹാരിസ് പലതും പറയും. പക്ഷെ നമുക്ക് ട്രംപാണ് ഇപ്പൊ വേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രിപ്റ്റോ മാർക്കറ്റിന് ഫ്യൂച്ചർ ഉണ്ട്. കമൽ ഉണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, അവിടെ നിൽക്കും. അതെന്തെങ്കിലും ചെയ്തോളൂ. വലിയ കാര്യമൊന്നുമില്ല. 5 വർഷം നമ്മൾ കണ്ടില്ല. പറഞ്ഞതൊന്നും ചെയ്തില്ലേ അവര്. തോന്നിയ മാസം പറയാ, അവിടെ ഇരിക്കുക, ഒരു പണിയും ചെയ്യില്ല. പണി ചെയ്യില്ലെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യമൊന്നുമല്ല ചെയ്യുന്നത്. അവരവരുടെ കാര്യം സേഫ് ആക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. ട്രംപ് വന്നിട്ടുണ്ടെങ്കിൽ അനേക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ ട്രംപ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കാര്യമുള്ളൂ. ഉള്ള കാര്യം പറയല. നമുക്ക് കാശ് ഉണ്ടാക്കണമെങ്കിൽ ട്രംപ് വേണം. ക്രിപ്റ്റോ മാർക്കറ്റ് കത്തണമെങ്കിൽ ട്രംപ് വേണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, ട്രംപിന് ഇപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ്, 500 million ഒക്കെ എലിഗേഷൻ ആയിട്ട്, മീൻസ് അത്രയധികം ഫൈൻ ആയിട്ടുണ്ട് ബേസിക്കലി. മീൻസ് സെക്ഷൽ എലിഗേഷൻ, പിന്നെ പല മിസ്ലീഡ്സ് ഒക്കെ കാരണം കൊണ്ട് ആൾക്ക് ഫൈൻ അടക്കണം. മനസ്സിലായോ? ന്യൂയോർക്ക് അറ്റോർണി ജനറലിന് ഫൈൻ അടക്കണം ബേസിക്കലി. ഇത് അടച്ചില്ലെങ്കിൽ ആൾക്ക് പെശകാണ്. പക്ഷെ ആൾ പെട്ടിരിക്കുക, ആള് ടൈപ്പ് പൊസിഷനിലാണ് ഇപ്പോൾ. ആൾക്ക് പ്രസിഡൻസി കിട്ടിയാൽ മാത്രം ആൾക്ക് വലിയ കാര്യമുള്ളൂ. മീൻസ് പ്രസിഡൻഷ്യൽ പാഠം കിട്ടും. പ്രസിഡൻഷ്യൽ പാഠം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് കണ്ടവൻ ഇൻഫ്ലുവൻസ് ഉണ്ടോ പ്രസിഡൻസി. ആ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ആൾക്ക് കുറെ ഒക്കെ ഒഴിവാക്കാം. മീൻസ് ഈ എലിഗേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഈ ഫൈനൊക്കെ വേണ്ടാന്ന് വയ്ക്കാം ബേസിക്കലി. മീൻസ് ആൾക്ക് റിമൂവ് ചെയ്യാം, എടുത്ത് കളയാം. അപ്പൊ എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപിന് ഈ എലിഗേഷൻസും അല്ലെങ്കിൽ ഈ ഫൈൻസും ഒക്കെ ഒഴിവാക്കി കളയാം. മനസ്സിലായോ? പിന്നെ ഇപ്പൊ ട്രംപിനെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് കാരണം ആൾ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്. അത് ഭയങ്കര പ്രോമിസിംഗ് കാൻഡിഡേറ്റ് ആണ്. അത് വിജയിക്കാൻ സാധ്യതയുണ്ട്. കമല ഹാരിസിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. കമല ഹാരിസ് വിജയിച്ചു കഴിഞ്ഞാൽ പണി കൊടുക്കും, പ്രഷർ കിട്ടും. ട്രംപിന് പണി തീർന്നു എന്ന് പറയാം. നോ തിരിച്ചു വരവ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയായിരിക്കും ബേസിക്കലി. പക്ഷെ ട്രംപ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് തിരിച്ച് പണി കൊടുക്കാനുള്ള സാധ്യത, പ്രഷർ കൊടുക്കാനുള്ള ചാൻസ്, നല്ല പ്രഷർ കൊടുക്കും. പക്ഷെ ട്രംപ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ ലോകത്തിലും നല്ല പ്രഷർ കിട്ടും, അപ്വേർഡ് പ്രഷർ. മനസ്സിലായി? ഇതൊരു പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിലാണ് ഇവിടെ കളി നടക്കുന്നത് ബേസിക്കലി. മനസ്സിലായി? ട്രംപിന്റെ കാര്യം സേഫ് ആക്കാൻ ട്രംപ് പലതും ചെയ്യും. കമൽ ഹാരിസ് നാട്ടുകാർ സേഫ് ആക്കാന്ന് പറഞ്ഞു വരും. പക്ഷെ കമൽ ഹാരിസ് നാട്ടുകാർ സേഫ് ആക്കും. എനിക്ക് തോന്നാനുള്ള കമൽ ഹാരിസ് വായുകൊണ്ട് സേഫ് ആക്കും നാട്ടുകാരുടെ കാര്യം ബേസിക്കലി. ജീവിതത്തിൽ കമൽ ഹാരിസ് ഒന്നും ചെയ്യാൻ പോകണില്ല, പറഞ്ഞിരിക്കുക അവിടെ, എന്നിട്ട് ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ നടത്തി സുഖമായിട്ട് ജീവിക്കുന്നത്. അതാണ് എൻ്റെ കാര്യമില്ല. മോർ പവർ ടു ദ പീപ്പിൾ, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് വാക്ക്. ജനങ്ങൾ സ്വതന്ത്രമാണ്. ജനങ്ങൾക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ സോൾവ് ആവും ബേസിക്കലി. മീൻസ് പിന്നെ ജനങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റണം. മീൻസ് ജനങ്ങൾക്ക് അറിയാൻ പറ്റണം എല്ലാ പാർട്ടികളും എന്താ ചെയ്യുന്നില്ല. മീൻസ് ഒരു എഗ്രിമെന്റിൽ, മീൻസ് ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കണം. അവർ സോഷ്യൽ കോൺട്രാക്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു എഗ്രിമെന്റ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റണം. കൺസെൻസസ് ഒക്കെ ഒരു ഇൻഡിവിജ്വലിന്റെ റോളാണ് അത്, ഈ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാണ്ട് അത് നാട്ടുകാരുടെ അല്ല, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറിയുടെ അല്ല ബേസിക്കലി. അവർ ഇൻഡിവിജ്വലാണ് ഡിസൈഡ് ചെയ്തത്. അപ്പൊ കുറച്ചും കൂടി നല്ല ഒരു ലോകമാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്തായാലും ഇൻഡിവിജ്വലാണ് റെസ്പോൺസിബിലിറ്റി എടുക്കും. ഇത് വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് വിട്ടുകൊടുത്തൊക്കെ അവരെന്ത് തോന്നിയ ദിവസം അടിക്കും. അവരുടെ കാര്യം സേഫ് ആക്കും. മറ്റുള്ള ആൾക്കാരൊക്കെ ചത്തു ബേസിക്കലി. അവർ പട്ടിണിയായിരുന്നു അല്ലെങ്കിൽ നരകിച്ച് ഇത്രയുള്ളൂ. പക്ഷെ നമ്മൾ അവരെ പിന്നാലെ പോകില്ലേ. നമ്മളെപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയാം. നമ്മൾ ഡിഫറൻഷിയേറ്ററാണ്. എന്ന് വെച്ചാൽ നമ്മൾ മാറി നിന്നിട്ട് നമ്മൾ കളിക്കും. മാറി നിന്ന് കളിക്കുന്ന വെച്ചാൽ നമ്മൾ പ്ലേ ചെയ്ത് മോറായിരിക്കും. കുറച്ച് നല്ല എക്സെൻട്രസിറ്റി. പിന്നെ നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ് ഏറ്റവും നല്ല പ്രൊജക്ട്സിൽ ഏറ്റവും നല്ല ഇനീഷ്യേറ്റീവ്സ് നോക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാക്കും. ഇതൊക്കെ നമ്മൾ പെടാൻ പാടുള്ളൂ ബേസിക്കലി. അത് ഞാൻ പറഞ്ഞു വരുന്നേ ബേസിക്കലി. അല്ലാണ്ട് നിങ്ങൾ പോയിട്ട് ഓരോ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ, കാശ് കളയാണ്ടിരിക്കും. മനസ്സിലായോ? ഇതൊക്കെ നല്ല ബുള്ളിഷ് ന്യൂസ് ആണ്. ക്രിപ്റ്റോ ബുള്ളിഷ് ന്യൂസ് ആണ്. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആവശ്യമുണ്ട് ഇല്ലേ? നമുക്ക് ആവശ്യമുണ്ട്. ഭൂരിഭാഗം ആൾക്കാർക്ക് ആവശ്യമുണ്ട്. പക്ഷെ അവര് എപ്പോഴും കൺസർവേറ്റീവ് ആണ്, ഭയങ്കര കംപ്ലയന്റ് ആണ്. അതുകൊണ്ട് അവരെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കംപ്ലയൻസ് എവിടെ എത്തിക്കില്ല. നമ്മൾ കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമ്മൾ യൂണിക്കാരിയാണ്, നീഷിറ്റി ഡെവലപ്പ് ചെയ്യണം നമ്മുടെ. എന്തായാലും ശരി, മനസ്സിലായോ? മീൻസ് എല്ലാ ഇൻഡിവിജ്വലും യൂണിക്കായിരിക്കണം. കൺഫോമിറ്റി കൊണ്ടുവരുന്ന തന്നെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ യൂണിക്നെസ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഒരാളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹൈറാർക്കിന്. അത് ആവശ്യമില്ല. നമ്മൾ യൂണിക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് ബേസിക്കലി നമ്മുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, നമ്മൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ വേറൊരാൾക്ക്, വേറൊരു വ്യക്തിക്ക്, അപ്പോഴാണ് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ കൺഫേം ചെയ്യാൻ തുടങ്ങിയെങ്കിൽ കോമ്പറ്റീഷൻ വരും. അവിടെ കോമ്പറ്റീഷൻ വന്നാൽ അടിയാവും ബേസിക്കലി. അത് ആവശ്യമില്ല നമുക്ക് ബേസിക്കലി. നമ്മളെല്ലാവരും യൂണിക്കാണ്. നമ്മൾ യൂണിക്കായിട്ട് യൂണിക് വാല്യൂ നമ്മൾ കൊടുക്കണം എല്ലാവർക്കും നമ്മുടെ അറിവും അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊടുക്കാം. അങ്ങനെയാണ് കാര്യം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറ്റണേ, എല്ലാവരും
കൺഫോമിറ്റി കൊണ്ടുവരുന്നത്. ആ കമൽ ഹാരിസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഔട്ട്കമ്മിലാണ് വിശ്വസിക്കുന്നത്. വെച്ചാൽ പറഞ്ഞതൊക്കെ ശരിയാണ്, പലരും പല സാഹചര്യത്തിലാണ് വളർന്നു വന്നതെന്നൊക്കെ സത്യം. പക്ഷെ ഔട്ട്കം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡേഞ്ചറാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സെയിം ഡ്രസ് ഇടണം. മറ്റേ സോവിയറ്റ് എറ കാര്യം പറയുന്നത് ആ പെണ്ണ്. സോവിയറ്റ് എറ കമ്മ്യൂണിസം മനസ്സിലായോ? സോവിയറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കമ്മ്യൂണിസം ആണ് ആ പെണ്ണ് പറയും. അതൊക്കെ കൊണ്ടുവന്നെങ്കിൽ ആൾക്കാർ പറയണവർ പറയും മീൻസ് അത് അടിപൊളിയാണ്, മീൻസ് ഔട്ട്കം അടിയാൻ വന്നു. എക്കണോമിക് ഔട്ട്കമ്മിന് സെയിം ഡ്രസ്സ് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും വ്യത്യസ്ത രീതിയിലുള്ള വളർന്നു വന്നേന്ന് പറയണവർ പറയും. പക്ഷെ അത് യാഥാർത്ഥത്തിൽ ആരും ചെയ്യില്ല കേട്ടോ. അവരവരെ വഴിക്ക് പോകും. ബേസിക്കലി അവർ ക്യാപിറ്റലിസം പറഞ്ഞ് കളിക്കും. ബേസിക്കലി അവർ ക്യാപിറ്റലിസം കളിക്കും. ഇവിടെ സൈഡിലിരിക്കുന്ന ആൾക്കാരൊക്കെ അവർ ഇൻഡിവിജ്വൽസിലായിരിക്കും. അടിയിരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് വിശ്വസിച്ച് പൊട്ടണമെന്ന് മാത്രം. അത് നമ്മൾ വിടരുത്, അത് നമ്മൾ വിടാൻ പാടില്ല. ബേസിക്കലി സോവിയറ്റ് കമ്മ്യൂണിസം എന്താ പറ്റിയ എല്ലാവരും പട്ടിണിയായിരുന്നു മരിച്ച ചെയ്തത്. ബേസിക്കലി ഇനി വേണമെങ്കിൽ നോക്കാം കേരള ലെവൽ കമ്മ്യൂണിസം എന്താ പറ്റിയ മുകളിൽ ക്യാപിറ്റലിസ്റ്റ് ഗെയിം കളിക്കുന്നത്. പക്ഷെ കമ്മ്യൂണിസം ആണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി എല്ലാവരും കുറെ ആൾക്കാർ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ബേസിക്കലി എന്നിട്ട് എന്താ പറ്റിയ മീൻസ് കമ്മ്യൂണിസം എനിക്ക് വ്യക്തിപരമായ ഒരു വിഷമില്ലാത്തൊരു കൺസെപ്റ്റ് ആണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് അത് ബൈ നേച്ചർ ഡീസെൻട്രലൈസ്ഡ് ആണ്. ബേസിക്കലി ഡീസെൻട്രലൈസ്ഡ് ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇംപ്ലിമെന്റേഷൻ വളരെ മോശം. ഇംപ്ലിമെന്റേഷൻ പിന്നെ എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല. 200 വർഷം മുമ്പത്തെ ഈ ഡാക്കള്, ഈ കല്ലുപണി ആൾക്കാരും ഈ കോളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഐഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് മനസ്സിലാവും. അവരെന്തിട്ടാന്ന് നോക്കണോ നമുക്ക് ചെയ്യാന്നുള്ള റോളായിരിക്കും. ആർക്കറിയാ അവരങ്ങനെയൊക്കെ എനിക്ക് ചിന്തിച്ചിട്ടുണ്ടാവുക. ഭാവിയിൽ കുറച്ചും കൂടി നല്ല അക്കൗണ്ടബിൾ സിസ്റ്റംസും കുറച്ചും കൂടി നല്ല സിസ്റ്റംസുകളൊക്കെ വരുമ്പോൾ ഇതൊക്കെ പോസിബിൾ ആയി വരാം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇൻഡിവിജ്വൽസ് എപ്പോഴും നോർമലിക്കും ഇൻഡിവിജ്വൽസ് ആണ് അടിപൊളി. ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്ത് ട്രേഡ് ഒരു വ്യക്തി വലിയ വ്യക്തി തമ്മിലുള്ള അത് എപ്പോഴും അങ്ങനെയാണ്. കാരണം ട്രേഡ് ഉണ്ടാവണം, വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, എന്ത് ട്രേഡ് നടത്തണം. അത് എപ്പോഴും ഫ്രീ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. മീൻസ് ലൈറ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ ആയിരിക്കും നല്ലത്. മീൻസ് ലൈറ്റ് സിമ്പിൾ റൂൾസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ശരി മീൻസ് വ്യക്തിയായിട്ട് ചെയ്യണതാണ്. ആ ഒരു മോട്ടിവേഷൻ ആണ്. അതിനൊന്ന് റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹിൻഡർ ചെയ്യും ഗ്രോത്ത്. കമ്മ്യൂണിറ്റിയിലും അങ്ങനെ തന്നെയല്ലേ. മീൻസ് കമ്മ്യൂണിസം ബൈ ഒറിജിനൽ ഡെഫിനേഷൻ ഡീസെൻട്രലൈസൻ എല്ലാ വ്യക്തികൾക്കും അവരേതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. പക്ഷേ ഈ കമല ഹാരിസിന്റെ ഒക്കെ ഔട്ട്കം എക്കണോമിക് ഔട്ട്കം ഒക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ആൾക്കാർ ചത്തുണ്ടാവും. ബേസിക്കലി പട്ടിണിയാണ്. നേരത്തെ അമേരിക്ക ചത്തു എന്നാണ്. അമേരിക്ക ചത്തു, ബേസിക് ചത്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ചത്തിട്ടില്ലെങ്കിൽ അവർ സോഷ്യലിസം പറയണത്. നമ്മുടെ കാര്യം അടിപൊളിയാണെങ്കിൽ നല്ല നിലയിലാണെങ്കിൽ എല്ലാവരും പറഞ്ഞ ക്യാപിറ്റലിസം. നമ്മൾ ക്യാപിറ്റലിസം നമ്മുടെ അവസ്ഥ അടിപൊളിയാണല്ലോ. ബാക്കിയൊരു ദരിദ്രാവസ്ഥയായിട്ടിരിക്കല്ലേ. നമ്മൾ ക്യാപിറ്റലിസം നമ്മൾ കീഴടക്കും. പക്ഷെ നമ്മൾ ടൗൺ ആയിരുന്നെങ്കിൽ നമ്മളെന്താ പറയുക സോഷ്യലിസം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഷ്യലിസം പറഞ്ഞാൽ മാത്രം നമ്മൾ ലൂസേഴ്സ് ആണ്. നമ്മൾ ലൂസേഴ്സ് നമ്മുടെ ഒന്നുമില്ല കാശ്. അപ്പൊ നമുക്ക് കാശ് വേണം. അപ്പൊ നമ്മൾ സോഷ്യലിസം പറയും. ചില ആൾക്കാരുണ്ട് വ്യത്യസ്തമായി ചിന്തിക്കുന്നവര്, ഒരു എക്കണോമിക് സിസ്റ്റം മാറ്റാനുള്ള ആൾക്കാരൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവര് പറയണത് മുഖ്യ ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ സോഷ്യലിസം പറയണത് അവരവരുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ്. അവർ ലൂസറായി വന്നായിരുന്നില്ല, അവർ ലൂസറായി തുടങ്ങിയപ്പോൾ നമുക്ക് സോഷ്യലിസം മതി. മനസ്സിലായത്? നമുക്ക് കാശ് വേണം, അയ്യോ നമുക്കില്ലേ. അല്ലെങ്കിൽ അവരൊക്കെ വലിയ നിലയിലാണെങ്കിൽ അവർ പറയൂട്ട നമ്മൾ ക്യാപിറ്റലിസ്റ്റ്, നിങ്ങളൊക്കെ കൂടുതൽ ലൂസേഴ്സ് അവൻ തന്നെ പറയും. ബേസിക്കലി മാറ്റി മാറ്റി. ഇതാണ് മനുഷ്യൻ ബൈ നേച്ചർ. എല്ലാ വേർഡ്സും ഫ്രീ ആണ്, എപ്പോൾ വേണമെങ്കിൽ മാറ്റാം. മനസ്സിലായി? അവസരം അനുസരിച്ച് മാറ്റാം. അതെ. അപ്പൊ ഒരിക്കലും അംബാനി ആണെങ്കിലും ശരി, ആരായാലും ശരി, പടിയിലാണെങ്കിൽ പറയും അയ്യാമുള്ള ഇന്ത്യ കാശില്ല, അത് പറഞ്ഞ സോഷ്യലിസ്റ്റ് എല്ലാവരും സോഷ്യലിസ്റ്റ്. പക്ഷെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാപിറ്റലിസം പറ്റില്ല. അമേരിക്കയുടെ പണ്ടത്തെ എഡ്ജൊക്കെ പോയി. ആ എഡ്ജ് പോയ കാരണം സോഷ്യലിസം നല്ലത്. മനസ്സിലായി? കാശൊക്കെ കുറഞ്ഞോണ്ടിരിക്കില്ല, സോഷ്യലിസം നല്ലത്. ബാക്കിയുള്ള നമുക്ക് ക്യാപിറ്റലിസം പറയാം. അവർക്ക് വളരാൻ ചാൻസ് അമേരിക്കക്ക് പണി കൊടുക്കാൻ പറ്റും. ക്യാപിറ്റലിസം പറയും. അതാണ് കാര്യം. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രൂ. ഇതാണ് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ ക്രിപ്റ്റോ കത്താൻ പോവാണ്. കത്താൻ, ശരിക്കും കത്താൻ. അതെ, നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ സെൻഡിൻസ്കി ഔട്ട്.